afternoon. Good afternoon, ma'am. 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 Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? റിസ്ക് ആൻഡ് ഹസാർഡ്സ് കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ഓ, റിസ്ക് ആൻഡ് ഹസാർഡ്സ് കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അവിടെ വരെ ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു പേജ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലീക്കേജ് വേസ്റ്റിന്റെ സോഴ്സസ് അല്ലെങ്കിൽ സ്രോതസ്സുകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് കേട്ടോ. ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പല സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ പല സ്രോതസ്സുകളിൽ നിന്ന് ലീക്കേജ് വേസ്റ്റുകൾ വരാം. Here are some examples of possible sources of leakage waste in hospital. അപ്പൊ കുറച്ച് എക്സാമ്പിളുകൾ, അതായത് കുറച്ച് സോഴ്സസുകളാണ് നമ്മളിവിടെ താഴെ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലീക്കേജ് വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ ഡ്യൂറിങ് സർജറീസ്, blood transfusion and dialysis, there is a risk of leakage of blood and body fluids. ഇവിടെ നമ്മളൊരു സർജറി ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പഠിച്ചിരുന്നില്ലേ? നമ്മളെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് പഠിച്ചിരുന്നോ? ബ്ലഡ് ബാങ്ക് പഠിച്ചോ? ബ്ലഡ് ബാങ്ക് പഠിച്ചോ ചാപ്റ്റർ? ഇല്ല. ഓക്കെ, അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫർ നമ്മുടെ ഡയാലിസിസ് നമ്മൾ പഠിച്ചല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടത്തുമ്പോഴോ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ, സർജറി ചെയ്യുന്ന സമയത്തൊക്കെ, അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ലീക്കേജ് ആവാം അല്ലെ? വരാലോ, സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ദ റിസ്ക് ഓഫ് ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, അവിടെ ഒരു അപകട സാധ്യത നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒന്നാമത്തത്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ, അതായത് പ്രധാനമായിട്ടും സർജറികളോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡയാലിസിസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ലീക്ക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തത് ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇല്ലേ? ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാറുണ്ടല്ലോ, ബ്ലഡോ യൂറിനോ അല്ലെ മറ്റു ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അല്ലെ? കൊടുക്കാറില്ലേ? പോയിട്ടില്ലേ ലാബുകളില്? ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ the hospital carry out different laboratory tests on blood, urine and other body fluids. Then these tests can consist of use of chemicals, reagents and other dangerous materials. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ്, അതുമായി ബന്ധപ്പെട്ട റിയേജൻസ്, കെമിക്കൽസ് തന്നെയാണ് കേട്ടോ, അതുമായി ബന്ധപ്പെട്ട റിയേജൻസ്, മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിനു വേണ്ടി യൂസ് ചെയ്യാറ് അല്ലെ? ആ ബ്ലഡോ അതിലുള്ള എന്തെങ്കിലും എന്താണ് അസുഖങ്ങളോ ടെസ്റ്റുകളൊക്കെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇതുപോലെയുള്ള കെമിക്കൽസ് കാര്യങ്ങളോ മറ്റെന്തെങ്കിലും അപകടകരമായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ആ ഒരു ബോട്ടിൽ ചിലപ്പോൾ താഴെ വീണ് പോവാം, അല്ലെങ്കിൽ അവർ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ പുറത്തേക്ക് പോവാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ വെച്ചും ഇതുപോലെയുള്ള എന്താണ് ലീക്കേജ് വേസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ലബോറട്ടറി ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും പലതരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ നടത്താറുണ്ട്. ബ്ലഡ്, യൂറിൻ, മറ്റ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ലബോറട്ടറി ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ അവിടെ അത് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസും റിയേജൻസും അതുപോലെ മറ്റ് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്തും ഇതുപോലെയുള്ള ലീക്കേജ് വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ദെൻ തേർഡ് വൺ ആണ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടത്.
In the course of patient care activities such as changing bed linens എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളാണ് കേട്ടോ. ബെഡില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളെയും നമ്മുടെ ലിനൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ലോണ്ടറി ആൻഡ് ലിനൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ലിനൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, തുണിത്തരങ്ങളാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ഇങ്ങനെയുള്ള ബെഡ്, അതിൽ ചേഞ്ച് ചെയ്യുന്ന ബെഡ് ലിനൻസ്, ബെഡിലുള്ള ഡ്രസ് നമ്മുടെ തുണിത്തരങ്ങള് നമ്മൾ മാറ്റാറുണ്ട് അല്ലെ, ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ക്ലീനിങ് ബെഡ് പാൻസ്, അവരുടെ എന്താണ് മലമൂത്ര വിസർജനം നടത്തുന്ന ബെഡ് പാനുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീനിനെസ്. ഇപ്പൊ ഇതാ ഓരോ അവിടുത്തെ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീനിനെസ്, ഇപ്പൊ ചില ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, സഹായങ്ങൾ പേഴ്സണൽ ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ട് ഹെൽപ്പുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് there is a risk of leakage of body fluids and other materials. അപ്പൊ അതുമായി ബന്ധപ്പെട്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഒരു ബെഡ് ക്ലീനൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ ഈ ബെഡ് പാൻസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലൂടെയും എന്തെങ്കിലും എന്താണ് വേസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീക്കേജോ കാര്യങ്ങളോ ഒക്കെ വന്നേക്കാം. അതിലൂടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുമ്പോൾ അതിലൂടെയും ഇതുപോലെയുള്ള മെറ്റീരിയൽസ്, ബോഡി ഫ്ലൂയിഡ്സോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ലീക്ക് ആവാനും ഇൻഫെക്ഷൻസ് ഒക്കെ അവർക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പൊ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4th one ആണ് handling and disposal of medical waste. Hospital create any medical waste which can consist of sharps, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽസ് ഒരുപാട് മെഡിക്കൽ വേസ്റ്റസ് വരുന്നുണ്ടെങ്കിലും അതിപ്പോ പലതരത്തിലുള്ളതാവാം. കണ്ടൻഷാം അല്ലെ, ഇപ്പൊ നീഡിൽസ്, സിറിഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അതല്ല അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ് അല്ലെ, ഇപ്പോഴത്തെ പേഷ്യൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വന്ന് ഡ്രസ് ചെയ്ത് പോയതായിരിക്കും. അതിനുശേഷം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഡ്രസ്സിങ്സ് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക, പുതിയതായിട്ടുള്ളവ റിപ്ലേസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളാണെങ്കിലോ മറ്റു ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് ഈ മെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന വഴിക്ക് അല്ലെ, അതാണ് കൊണ്ടുപോകുന്ന വഴിക്ക് ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അപ്പൊ ഇംപ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലീക്ക് ആയിട്ട് ആ കൊണ്ടുപോകുന്ന മധ്യ ട്രാൻസ്പോർട്ടേഷന്റെ മധ്യൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷനും എന്താണ്, ഒരു മെഡിക്കൽ ലീക്കേജും വേസ്റ്റിന്റെ ലീക്കേജ് ഉണ്ടാകാനായിട്ട് കാരണമാവുന്നുണ്ട്. Then 5th one ആണ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റുകളുണ്ട്, ഡിവൈസുകളുണ്ട്. ഇതെല്ലാം റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസും റിപ്പയറിംഗും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ദ യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ ദിസ് ആക്ടിവിറ്റീസ് ക്യാൻ കോസ് ലീക്കേജ്. അപ്പൊ ഇതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് റിപ്പയറുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടും ചിലപ്പോൾ ലീക്കേജുകൾ സംഭവിച്ചേക്കാം. Then 6th one ആണ് spills in the course of transport. ഇത് കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന മതിയാവാം. ഇപ്പൊ ലബോറട്ടറിയിലേക്കുള്ള സാമ്പിളുകൾ കൊണ്ടുപോകാം അല്ലെ. ഇപ്പൊ പേഷ്യൻസ് അഡ്മിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ലബോറട്ടറിയിൽ ചെന്നല്ല സാമ്പിളുകൾ എടുക്കാറ്, നമ്മൾ അവിടെ ബെഡിൽ തന്നെ വന്ന് എടുക്കാറില്ലേ, സാമ്പിളുകളൊക്കെ എടുക്കാറില്ലേ, ഉണ്ടോ ഇല്ലേ? ആ മെഡിക്കൽ തന്നെ വന്നാണ് ഒരു സാമ്പിളൊക്കെ എടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ സാമ്പിൾ കൊണ്ടുപോകുന്ന സമയത്തോ അങ്ങനെയുള്ള സാമ്പിളുകൾ ഇപ്പൊ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ളിൽ കൊണ്ടുപോകുന്ന സമയത്താവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള സമയത്താവാം. ആ സമയത്തും അവിടെ ലീക്കേജ് സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ 6 എണ്ണമാണ് പ്രധാനപ്പെട്ട ലീക്കേജ് സോഴ്സസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ, അതായത് സർജറിയോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസോ ഡയാലിസിസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിലോ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് ലബോറട്ടറിയിലെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ബ്ലഡോ യൂറിനോ മറ്റു ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ലാബുകളിൽ നമ്മൾ ടെസ്റ്റ്
ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കെമിക്കൽസും റിയേജൻസും അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആ സമയത്തും ചിലപ്പോൾ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട ബെഡ് ലിനൻസ് അല്ലെങ്കിൽ ബെഡിലുള്ള തുണിത്തരങ്ങൾ മാറ്റുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബെഡ് പാനുകൾ ക്ലീൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലീനിങ്സ് അവരുടെ കൃത്യമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ വേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റുകളുണ്ട്. അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാതെ വരുമ്പോഴും അത് ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. മെഡിക്കൽ എക്യുപ്മെന്റുകളായിക്കോട്ടെ അവരുടെ ഡിവൈസുകളായിക്കോട്ടെ കൃത്യമായിട്ട് മെയിൻ്റനൻസും റിപ്പയറും ചെയ്തു വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല ഡേഞ്ചറസ് മെറ്റീരിയൽസും ഉപയോഗിക്കാറുണ്ട്. അതും ഇതുപോലെയുള്ള ലീക്കേജിന് കാരണമായേക്കാം. സിക്സ്ത് വണ്ണാണ് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്ക് നമ്മുടെ സാമ്പിളുകൾ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിനുള്ളിലാവാം പുറത്തേക്കാവാം, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആ ഒരു മെറ്റീരിയൽസ് മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണെങ്കിലും ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മധ്യേ ചിലപ്പോൾ ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാറുണ്ട്. ഇമ്പോർട്ടന്റില് ഫസ്റ്റ് വൺ നോക്കണം കേട്ടോ. മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ഇതിന്റെ എല്ലാത്തിനും സോഴ്സസ് ഏതൊക്കെയാണ്, ഇൻക്ലൂഡഡ് ആയത് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്ത ഏതെന്ന രീതിയിൽ ചോദിക്കാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാവുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, അതായത് ഡ്യൂറിങ് സർജറി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അങ്ങനെയുള്ള ഡയാലിസിസ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീക്കേജ് സോഴ്സുകൾ ഇതിൽ ഏതൊക്കെ വരാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇത് ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന രീതിയിൽ ചോദിക്കാം. അതല്ല എങ്കിൽ ഡ്യൂറിങ് സർജറി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്, ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഇത് ഏത് സോഴ്സിൽ വരുന്നതാണ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഏത് സോഴ്സിലാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതല്ല എങ്കിൽ എന്താണ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീക്കേജ് വരാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. വായിച്ച് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇല്ലേ? വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ അതിൽ ഇന്നതൊക്കെ വരും എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതാണ് അല്ലെ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ, എളുപ്പമാണ്. ഫോർത്തോ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിക്കൽ വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അതിൽ എന്തൊക്കെ വരാം? ഷാർപ്സ്, നമ്മുടെ നീഡിൽസ്, സിറിഞ്ചസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് എന്തിലാണ്? ഈ പറയുന്ന ഷാർപ്സ് എന്ന് പറഞ്ഞ മെഡിക്കൽ വേസ്റ്റിലാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനൊക്കെ ഡ്രസ് ചെയ്ത് വിടില്ലേ, അതിനുശേഷം അത് മലിനമാകും, നമ്മൾ അത് മാറ്റിയിട്ട് പുതിയ ഡ്രസ്സിംഗ് അല്ലേ ചെയ്യുന്നത് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള മലിനമായിട്ടുള്ള ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റോ കാര്യങ്ങളോ, അങ്ങനെ ഒരുപാട് എന്താണ് മെഡിക്കൽ വേസ്റ്റ് വരുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ വേസ്റ്റ് ശരിയായ രീതിയിൽ ഇംപ്രോപ്പർ ആയിട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല, ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ അവിടെ ലീക്കേജുകളുടെ സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്. അനുഷ ക്ലിയർ ആയോ? ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റും ഡിവൈസുകളും യൂസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മെയിൻ്റനൻസും റിപ്പയറും ചെയ്ത് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ചിലപ്പോ ലീക്കേജ്, ആ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് സംഭവിക്കാൻ ഇടയുണ്ട്. അതാ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, വായിച്ചു കഴിയുകയാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, then next one ആണ് types of spillage waste in hospital. ഒരു ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിന്റെ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. പല ടൈപ്പ് ഓഫ് സ്പില്ലേജുകൾ ഉണ്ട്, ലീക്കേജ് വേസ്റ്റുകളുണ്ട്. ഈച്ച് ടൈപ്പ് നീഡ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള, അതിന് ഓരോ ടൈപ്പിനും സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. പ്രത്യേകമായിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്ത് മാറ്റണം. എല്ലാത്തിനും ഒരേ രീതിയിലുള്ള പ്രൊസീജിയേഴ്സും ഒരേ രീതിയിലുള്ള ഡിസ്പോസലും അല്ല. ഏതൊരു ടൈപ്പിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കൈകാര്യം ചെയ്യണം. അതിൻ്റെതായ രീതിയിൽ തന്നെ പ്രത്യേകമായിട്ട് ഡിസ്പോസൽ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് ഒന്നാമത്തെ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കെമിക്കൽസ് അല്ലെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി സോഴ്സസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് കെമിക്കൽസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ഷാർപ്സ്, എന്താ മൂർച്ചയുള്ളതായിട്ടുള്ള നീഡിലുകള്, ബ്ലേഡുകള്, സിറിഞ്ചുകള്, ലാൻസെറ്റുകള് മുതലായിട്ടുള്ളവ. മൂന്നാമത്തത് എന്താണ് ഷാർപ്പ്. നാലാമത്തത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ലീക്കേജ്. അഞ്ചാമത്തത് ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് ഓർഗാനിക് മെറ്റീരിയൽസ് മാത്രം നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽസ് യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽ ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അപ്പൊ ഓർഗാനിക് മെറ്റീരിയൽ എന്നുള്ള ബാക്ടീരിയ, വൈറസ് പോലെയുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലില് റിസർച്ചുകളോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽസിന്റെ ലീക്കേജ് ആണ് ഓർഗാനിക് മെറ്റീരിയൽസ് ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിലോ ഒരെണ്ണം വരുന്നത്. അടുത്ത ലാസ്റ്റ് വൺ ആണ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതായത് ഹോസ്പിറ്റൽ മേ യൂട്ടിലൈസ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് സച്ച് ആസ് മെർക്കുറി, ലെഡ് യൂസ്ഡ് ഇൻ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്യുപ്മെന്റുകളിലും അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മെർക്കുറി, ലെഡ് മുതലായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഓരോ ടൈപ്പും എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, അത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയാണ് അത് ഈ ടൈപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലീക്കേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് വേസ്റ്റിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാത്തിനും പേര് നിങ്ങൾ പഠിച്ചു വെക്കാം. അതിൽ ഒരെണ്ണം മാത്രം സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് ഓർഗാനിക് മെറ്റീരിയൽ വരുന്നത് എന്തൊക്കെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽ ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് വൈറസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ സ്പില്ലേജ് വേസ്റ്റുകളുടെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വരും? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉൾപ്പെടുന്നുണ്ട്, കെമിക്കൽസ് വരുന്നുണ്ട്, ഷാർപ്സ് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഓർഗാനിക് മെറ്റീരിയൽ വരുന്നതാണ് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയയും വൈറസും. മറ്റു ഡേഞ്ചറസ് മെറ്റീരിയൽ വരുന്നതാണ് മെർക്കുറി, ലെഡ് മുതലായിട്ടുള്ളവ. ഇത്രയും മനസ്സിലാക്കി വെക്കുകയും പഠിക്കുകയും ചെയ്യാം. പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഈ ഓർഗാനിക് മെറ്റീരിയലിന് മാത്രം ആ ഒരു എക്സാമ്പിളും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, വേഗം ഒന്ന് നോക്കി. വായിച്ചു ക്ലിയർ ആണോ? ഓക്കെ, ശരി. Then next one, leakage waste management. ഇനി ഈ ഒരു ലീക്കേജ് വേസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാണ്.
ഈ ലീക്കേജ് വേസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? അപ്പൊ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ആസ് ഇറ്റ് ക്യാൻ ഹാവ് സീരിയസ് ആഫ്റ്റർ എഫക്ട് ഇഫ് നോട്ട് മാനേജ് പ്രോപ്പർലി. ഈ ഒരു ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വശമാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ കൈകാര്യം ചെയ്തില്ല, മാനേജ് ചെയ്തില്ല എങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റെപ്പുകളാണ് ഇനി പഠിക്കുന്നത്. ആ സ്റ്റെപ്പുകളുടെ ഓരോ സ്റ്റെപ്പിന്റെയും പേര് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഒരു 5 സ്റ്റെപ്പുകളുണ്ട്. ആ 5 സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ആ ഒരു 5 സ്റ്റെപ്പുകളുടെ പേരുകൾ എന്തെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഇനി ഓരോ ടൈപ്പിന്റെ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് 5 നോക്കി വെക്കണേ. To manage leakage waste in hospital, the following steps can be followed. ഇനി ഒരു ഹോസ്പിറ്റലിലെ ലീക്കേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നവ. ഫസ്റ്റ് വൺ ആണ് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഒരു ഹോസ്പിറ്റലിൽ ലീക്കേജ് വന്നാൽ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കണം അല്ലേ, ഓർക്കുന്നുണ്ടോ? ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. ഇപ്പൊ ഏത് തരത്തിലുള്ള ലീക്കേജ് ആണോ വന്നിരിക്കുന്നത് അതിനെതിരെ നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ, പ്രതികരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുക. And hospital should prepare a plan in place for responding to leakages which identify the type of spillage, evaluate the risk and carry out apt measures to contain and clean up the leakage. ഈ ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഈ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഫോർ റെസ്പോണ്ടിങ് ലീക്കേജ്, ഒരു ലീക്കേജ് വന്നു, ആ ലീക്കേജ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് അത് കണ്ടെത്തണം. അതിനനുസരിച്ച് അതിന്റെ അപകട സാധ്യത, റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തണം. അതുപോലെ തന്നെ ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ്, അതിന് അനുയോജ്യമായിട്ടുള്ള ഓരോ സ്പില്ലേജ് വേസ്റ്റും വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് നമ്മൾ എടുത്താൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ആപ്റ്റ് മെഷേഴ്സ് എന്തൊക്കെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം? ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ഇതിലൂടെ എങ്ങനെ നമുക്ക് ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് അബ്സോർബ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാനും അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ആ ഒരു ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന രീതിയിൽ ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജിനെയും അനുസൃതമാക്കി ഒരു പ്ലാനുകൾ തയ്യാറാക്കി വെക്കുക. അതാണ് ഫസ്റ്റ് വൺ, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഓരോ ഹോസ്പിറ്റലിലെയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കുക. ആ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, പല ടൈപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോ ടൈപ്പും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും. അപ്പൊ അതിൽ ഓരോ ടൈപ്പ് എടുക്കുന്നു, ഏത് ടൈപ്പാണെന്ന് നമ്മൾ കണ്ടെത്തണം, അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് വിലയിരുത്തണം, അതിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ക്യാരി ചെയ്യണം, അതിനനുസരിച്ച് കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ആ ഒരു ലീക്കേജ് നമുക്ക് അവിടെ നിന്ന് മാറ്റാനും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനും വേണ്ടിയുള്ള എന്തൊക്കെ മെഷേഴ്സ്, എന്തൊക്കെ തരത്തിലുള്ള റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലീക്കേജ് പ്ലാൻ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ തയ്യാറാക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay. Then second step, provide apt leakage response equipment. എന്നുവെച്ചാല് provide apt leakage response equipment. മിസ് ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് വൺ പറഞ്ഞത് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഏത് സമയത്താണെങ്കിലും ലീക്കേജ് വരാം അല്ലെ. ഇപ്പൊ ഇന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ലീക്കേജ് സംഭവിച്ചാൽ അതിനെതിരെ ഉടനെ നമുക്കൊരു റെസ്പോൺസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കി വെക്കുകയാണ്. ഏത് തരത്തിലുള്ള ലീക്കേജ് ആണ്. അപ്പൊ അതിന് ഇപ്പൊ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലീക്കേജ് ആണ് വിചാരിക്കുക. അപ്പൊ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ആപ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കണം, അതിലൂടെ അത് എങ്ങനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് അവിടെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം, അത് എങ്ങനെയാണ് അതിന്റെ റിസ്ക് വിലയിരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കി നേരത്തെ തന്നെ തയ്യാറാക്കി ആ ഹോസ്പിറ്റലിൽ വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ക്ലിയർ ആയോ? ആരാണ് ചോദിച്ചത്? നീതു? ഓക്കെ. Then second step പറയുന്നത് provide apt leakage response equipment. Hospital should issue proper equipment for spillage response, such as absorber pads, gloves, gowns and masks. ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഓരോ എക്യുപ്മെന്റ്, അതായത് ഓരോ സ്പില്ലേജുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങളാണ് അവർക്ക് വേണ്ടത്. എല്ലാ സ്പില്ലേജ് വേസ്റ്റുകളും ഒരുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനനുസൃതമായിട്ട് ആ ഒരു ലീക്കേജ് ഏതാണോ ഉണ്ടായിരിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ആര് വിതരണം ചെയ്യണം, അല്ലെങ്കിൽ ആര് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ഹോസ്പിറ്റലുകാര്. ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ്. ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഏതൊക്കെ എക്യുപ്മെന്റ് അവർക്ക് അത് ക്ലീൻ ചെയ്യാൻ വേണം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണമെങ്കിൽ അത് ഹോസ്പിറ്റലുകാരെ ഇഷ്യൂ ചെയ്ത് നൽകുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. such as absorber pad. ഇപ്പൊ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള ലിക്വിഡ് ആണെങ്കിൽ നമ്മളെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാഡുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് അത് വലിച്ചെടുക്കാൻ പാഡ് ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഗ്ലൗസുകൾ, കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഗ്ലൗസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഗൗൺസ് വേണമെങ്കിൽ ഗൗൺസ് പ്രൊവൈഡ് ചെയ്യുക, മാസ്കുകൾ ആവശ്യമായിട്ട് കെമിക്കൽസ് ഒക്കെയാണെങ്കിൽ മാസ്ക് നിർബന്ധമാണ്, മാസ്കുകൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽസ് ആണ് അത് ഇഷ്യൂ ചെയ്ത് നൽകേണ്ടത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണോ? സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ട്രെയിൻ സ്റ്റാഫിംഗ് ലീക്കേജ് റെസ്പോൺസ്. നമ്മൾ ഈ ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ. എങ്ങനെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം, എങ്ങനെ ആ ഒരു റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം? പരിശീലനങ്ങൾ നൽകണം അല്ലെ. ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകുക. പ്രത്യേകമായിട്ട് കുറച്ച് സ്റ്റാഫുകളെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കൈകാര്യം ചെയ്തിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ്. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഏതൊരു സമയത്തും എപ്പോഴാണ് ലീക്കേജ് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സർജറി അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ റൂമുകളിലായിരിക്കാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു വാർഡിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏരിയയിലായിരിക്കും. അപ്പൊ എല്ലാ സ്റ്റാഫുകൾക്കും, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ഈ ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്ലാനിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ്, ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് അല്ലെങ്കിൽ ലീക്കേജ് ആണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. അതിന്റെ റിസ്ക് എത്രത്തോളം നമുക്ക് വിലയിരുത്താൻ പറ്റണം. അതിനനുസരിച്ച് വ്യക്തമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയൊക്കെ എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സിനും ഈ ഒരു ട്രെയിനിങ് എന്ത് ചെയ്യുന്ന ഈ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം. എന്തിനു വേണ്ടി പരിശീലനം കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കെമിക്കൽസിന്റെ ഒരു പ്രത്യേകമായിട്ടൊരു കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസിന്റെ ഒക്കെയാണ് ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് അവര് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എക്യുപ്മെന്റുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാൻ സ്റ്റാഫിന് അറിയില്ല എങ്കിൽ ആ ലീക്കേജ് എന്ത് ചെയ്യാം? പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ആ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് എന്ത് ചെയ്യും? മറ്റുള്ള ഇടങ്ങളിലേക്ക് വ്യാപിക്കാനും അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് എപ്പോഴാണെങ്കിലും ഇതിനെതിരെ അവെയർ ആയിരിക്കണം. അപ്പൊ ആ ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട് എന്ത് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കണം, അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പറയുന്ന ഓരോ സ്റ്റാഫുകൾക്കും ആവശ്യമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ അത് കൊടുക്കുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ് പറയുന്നത്. ക്ലിയർ ആണോ തേർഡ് സ്റ്റെപ്പ്?
Okay. Then fourth one ആണ് use proper leakage containment materials. Leakage containment refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. Okay, use proper leakage containment material. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലീക്കേജ് സംഭവിച്ചു. ആ ഒരു ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കണം. അതായത് ഇത് മറ്റുള്ള ഇടങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യാൻ പാടില്ല, അത് സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി നമുക്കതൊന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ചിലപ്പോ എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആണെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്കത് അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിടത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനോ കണ്ടെയ്നേഴ്സോ ട്രേയോ അങ്ങനെ അനുയോജ്യമായിട്ടുള്ള എന്തുപയോഗിച്ചാലാണോ നമ്മുടെ ആ ഒരു ലീക്കേജ്, ഇപ്പൊ ഒരു ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു സ്പില്ലേജ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാമോ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം അതിനെ കുറിച്ചുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or leakage of a liquid or other dangerous material is kept within a blockade. ഒരു ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മറയാക്കി നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, മറ്റുള്ള സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാം. അപ്പൊ അതിപ്പോ ലിക്വിഡ് ആയിട്ടുള്ളതായിക്കോട്ടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസോ എന്തും ആയിക്കോട്ടെ അത് എന്ത് ചെയ്യുന്നു, അവർ കൃത്യമായിട്ടുള്ള ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ ട്രേസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, മറ്റുള്ള ഇടത്തേക്ക് സ്പ്രെഡ് ആവാതെ തടയുക എന്നതാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് മീൻസ് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് അത് സ്പ്രെഡ് ആവുന്നത് തടയാൻ പറ്റും. അല്ലെങ്കിൽ അത് ഒഴുകി ലിക്വിഡ് ആണെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്തേക്ക് ഒഴുകി പോകുന്നതിന് നമുക്ക് തടയാൻ പറ്റും. ആൻഡ് പ്രിവെന്റിംഗ് എ സ്പിൽ ഫ്രം സ്പ്രെഡിങ്. അതായത് സ്പ്രെഡ് ആവുന്ന മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. ആവശ്യമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേസോ അതുപോലെയുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ലിക്വിഡ് ഒക്കെയാണെങ്കിൽ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇച്ചിരി ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അത് മറ്റുള്ള രീതിയിലേക്കൊന്നും സ്പ്രെഡ് ആവാതെ അല്ലെങ്കിൽ ഒഴുകി പോവാതെയൊക്കെ സ്റ്റോപ്പ് ചെയ്തൊരു ബ്ലോക്കേഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മറ പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് ഉപരോധത്തിനുള്ളിൽ അതിനെ നിർത്തുകയും അതിലൂടെ മറ്റുള്ള ഇടങ്ങളിലേക്ക് ആ വേസ്റ്റസ് സ്പ്രെഡ് ആവുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ തടയുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയലുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് വണ്ണിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. Then fifth one ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. നമ്മുടെ ആ ഒരു ലീക്കേജ് വേസ്റ്റ് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് എ per local regulations ആണ് ഹോസ്പിറ്റൽ പോളിസി. എപ്പോഴും ഒരു ലീക്കേജ് വേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ്, ചില വേസ്റ്റസ് കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ആ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ഹോസ്പിറ്റൽ പോളിസികൾക്കനുസരിച്ചൊക്കെ ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റസും അതിൻ്റെതായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ബയോളജിക്കൽപരമാണ് ബയോ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതൊക്കെ വേറെ വേറെ രീതിയിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അത് അതിനനുസരിച്ചുള്ള ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ് നിയന്ത്രണങ്ങളും അതുപോലെ ഹോസ്പിറ്റൽ പോളിസിയും ഒക്കെ ഉൾപ്പെടുത്തി അതിനുള്ള പറഞ്ഞിരിക്കുന്ന പോലെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ തന്നെ അത് ഓരോന്നും എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ 5 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത് എന്താ, ആക്ട് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അനുയോജ്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. അത് ഹോസ്പിറ്റലുകാരാണ് നമുക്ക് വിതരണം ചെയ്യേണ്ടത്. മൂന്നാമത്തത് ട്രെയിൻ സ്റ്റാഫിംഗ് ലീക്കേജ് റെസ്പോൺസ്. ഈ ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ, എല്ലാ സ്റ്റാഫുകൾക്കും അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ നൽകുക. നാലാമത്തത് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലീക്കേജ് ഉണ്ടായാൽ അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിന് വേണ്ടി ഉപരോധം സൃഷ്ടിക്കുക. ദെൻ അഞ്ചാമത്തത് പറയുന്നത് ഓരോ സ്പില്ലേജ് വേസ്റ്റുകളും പ്രോപ്പർ ആയ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അത് ഹോസ്പിറ്റൽ പോളിസിയും ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുടെ
മൂന്നിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പ്രൊസീജിയേഴ്സിലൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 5 സ്റ്റെപ്പ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സ്റ്റെപ്പുകൾ ആ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. ഓരോ സ്റ്റെപ്പും ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു 5 സ്റ്റെപ്പിന്റെയും പേരൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകളുണ്ട്. അതിന്റെ മാനേജ്മെന്റ് നമ്മൾ ഇനി ഓരോന്നായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജുമായി ബന്ധപ്പെട്ട എങ്ങനെ നമുക്ക് ആ ഒരു സ്പില്ലേജ് വന്നാൽ എങ്ങനെ മാനേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാം. ഓരോ ടൈപ്പിനെ കുറിച്ചും നമ്മൾ അതിന്റെ മാനേജ്മെന്റ് പഠിക്കുകയാണ്. അപ്പൊ അതിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. 1 2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ അത് ഒരുപാടുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്റ്റെപ്പുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഇസ് പിവറ്റൽ. അല്ലെ, എപ്പോഴും ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് വരുന്ന സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അല്ലെ, മറ്റതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ എ ബോഡി ഫ്ലൂയിഡ്, എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, ചോദിക്കാറുണ്ട്. ആ ഒരു ഡബിൾ ഇൻവേർട്ടഡ് ഫോമിൽ കാണിച്ചിട്ടില്ലേ? Any fluid found in, produced by, or excreted from the human body, which include blood, urine, feces, or saliva, tears, pairs, breast milk, cerebrospinal fluid, CSF, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, and vomit and pus. ഇത്രയുമാണ് ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ചോദിക്കാം, any fluid found in that is as any fluid found in, produced by, or excreted from the human body, and which include blood, urine, feces. അങ്ങനെ 2-3 ചോദിച്ചിട്ട് എക്സെട്ര ആയിട്ട് കൊടുക്കാനായിട്ട് സാധ്യതയുള്ളത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ്. എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്? എനി ഫ്ലൂയിഡ് ഫൗണ്ട്, അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന, അല്ലെ വിസർജിക്കുന്നതായിട്ടുള്ള ഏതൊരു ഫ്ലൂയിഡിനെയും നമുക്ക് ബോഡി ഫ്ലൂയിഡിൽ ഉൾപ്പെടുത്താം. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ബ്ലഡ്, അല്ലെ, നമ്മൾ പറയാറുണ്ട് ബ്ലഡ്, യൂറിൻ, അല്ലെ, മലമൂത്രം, അതുപോലെ തന്നെ എന്താണ് ബ്ലഡ്, രക്തം, അതുപോലെ തന്നെ നമ്മുടെ സലൈവ, അല്ലെ, നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, നീര്, ടിയേഴ്സ്, നമ്മുടെ കണ്ണുനീരുകള്, വിയർത്തുള്ള ബൈല് പോലെ തന്നെ നമ്മുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസ് ആണ്. ദെൻ
ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ സ്പൈനിലും ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമ്മുടെ മെംബ്രെയിൻ നമ്മളെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സെമൻ, വജൈനൽ ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലെഗ്സിനെയും ചെസ്റ്റിനെയൊക്കെ കവർ ചെയ്യുന്നതാണ്. അതുപോലെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ്. ബൈല്, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വൊമിറ്റ്, പസ് മുതലായിട്ടുള്ളവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഒരു ബോഡി ഫ്ലൂയിഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യന്റെ ശരീരത്തില് കാണപ്പെടുന്നതോ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വിസർജിക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു ഫ്ലൂയിഡിനെയും നമുക്ക് ബോഡി ഫ്ലൂയിഡ് എന്ന് പറയാം. അതിൽ ഉൾപ്പെടുന്നവയാണ് താഴെ പറഞ്ഞ ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF ന്റെ എക്സ്പാൻഡ് ഫോം ചില സമയങ്ങളിൽ ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. CSF ന്റെ എക്സ്പാൻഡ് ഫോം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നടലേ ചെയ്തിട്ടുണ്ട്. അത് മാത്രം. Okay, that is semen, vaginal fluid. അപ്പൊ ഒരു ബോഡി ഫ്ലൂയിഡ്സിന് ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന് ചോദിച്ചാൽ ഇതിൽ ഏത് വന്നാലും എഴുതാൻ അറിയാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെമൻ, വജൈനൽ ഫ്ലൂയിഡ്, അമനിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, ബൈല്, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വൊമിറ്റ് ആൻഡ് പസ്, ഇതെല്ലാം ഒരു ബോഡി ഫ്ലൂയിഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഏതൊരു ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് ലീക്കേജ് വന്നാലും അത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആദ്യത്തെ പോയിന്റ് ആണ്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ നിങ്ങൾ പഠിച്ചോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പഠിച്ചിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാം. നിങ്ങൾ ഓൾറെഡി HA എടുത്തോ? HA ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? അവിടെ നമ്മൾ ഓൾറെഡി അത് പറയുന്നുണ്ട്. HA ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഓക്കെ, ശരി, നമുക്കിവിടെ പഠിക്കാം കേട്ടോ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഷുഡ് പുട്ടിന്റെ ഇവിടെ പേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെയാണ് കേട്ടോ. ഷുഡ് പുട്ട് എന്താ? പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. PPEയുടെ എക്സ്പാൻഡ് ഫോം മിക്ക ചാപ്റ്റേഴ്സിലും ഇത് പറയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ചോദ്യം വരാറുള്ള ഒരൊറ്റ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് ഒരു വർക്ക് ചെയ്യുന്ന ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ഏതൊരു മേഖലയിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ളവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളാണ്. ചില വർക്കേഴ്സ് ഇപ്പൊ ഹോസ്പിറ്റലിൽ എടുത്താണെങ്കിൽ അവർ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? അതൊക്കെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ? അതുപോലെ തന്നെ ഗൗൺസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? യൂസ് ചെയ്യാറുണ്ടോ? വെറുതെ യൂസ് ചെയ്യുന്നതാണോ അത്? അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല അവർ യൂസ് ചെയ്തേ. ഫേസ് ഷീൽഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനി പുറമേയുള്ള വേറെ ഏതെങ്കിലും ജോലിയൊക്കെ ആണെങ്കിൽ അവര് ഹെൽമെറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്, കണ്ടിട്ടില്ലേ? വലിയ രീതിയിലുള്ള ഷൂസ് യൂസ് ചെയ്യാറുണ്ട്, കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു വ്യക്തി ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ. ഇപ്പൊ ചില ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോ റേഡിയോളജിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താണ് ബുക്സ് അല്ലെങ്കിൽ കണ്ണടകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങളെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? അപ്പൊ അത് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്ക ചാപ്റ്ററിൽ ഈ ഒരു പേര് കടന്നു വരുന്നുണ്ട് കേട്ടോ. HALൊക്കെ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ് നിങ്ങൾ പഠിച്ചോ എന്ന് ചോദിച്ചത്. അപ്പൊ ഇവിടെയാണെങ്കിലും നമ്മുടെ ഇവിടെ നിന്നൊരു ചോദ്യം വരാറുള്ളത് PPയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അതിൽ ഒരു 2-3 എക്സാമ്പിളുകൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതിലില്ലാത്തതൊക്കെ തരും. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാർ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എന്താണത് പറയുന്നത്, ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ധരിക്കുന്ന ഉപകരണങ്ങൾ. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ്? പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്പാൻഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സച്ചാസ് അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? ഗ്ലൗസുകൾ ധരിക്കുക. അതുപോലെ ഇപ്പോൾ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഗ്ലൗസുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ ഗൗണുകൾ ധരിച്ചിരിക്കണം. കാരണം ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഗൗണുകൾ ധരിച്ചിരിക്കണം. ഫേസ് ഷീൽഡുകൾ ധരിച്ചിരിക്കണം. ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ ടു പ്രിവെന്റ് കോൺടാക്ട് ലിക്വിഡ്. ആ ഒരു ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള ലിക്വിഡിനോട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അല്ലെ, അത് ചെയ്തതിന് ശേഷമാണ് ഗ്ലൗസ് ഇടേണ്ടത് അല്ല, അതിന് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് തന്നെ അല്ലെ, ബിഫോർ അപ്രോച്ചിങ് ദ സ്പിൽ. അവർ ആ ഒരു സ്പില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് ആ ഒരു കോണ്ടാക്ട് നേരിട്ടുള്ള ആ ഒരു സമ്പർക്കം തടയുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്ലൗസുകളോ ഗൗണുകളോ ഫേസ് ഷീൽഡുകളോ അല്ലെങ്കിൽ മറ്റെന്തൊരു എക്യുപ്മെന്റ് ആണെങ്കിലും ഉപയോഗിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? ഫസ്റ്റ് വൺ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ക്ലിയർ ആണോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? ഓക്കെ. രണ്ടാമത്തത് കണ്ടെയ്ൻ ദ സ്പിൽ. സെക്കൻഡ് വൺ പറയുന്നത് കണ്ടെയ്ൻ ദ സ്പില്ലില് യൂസ് അബ്സോർബൻ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്, ഇപ്പൊ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വഴി ഒരു സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായി. അപ്പൊ നമ്മൾ ആ ഒരു സ്പില്ലേജിനെ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിനെയോ അല്ലെങ്കിൽ ആ ഒരു ബോഡി ഫ്ലൂയിഡിനെയോ അവിടെ നിന്ന് മാറ്റണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ്. ഇപ്പൊ ഈ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അബ്സോർബ്ഡ് ഡിപെൻഡ് ആയിട്ടുള്ള പാഡുകളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അത് എന്ത് ചെയ്യാം, വലിച്ചെടുത്ത് അവിടെ മാറ്റാൻ പറ്റും ഇല്ലേ. നമ്മളിപ്പോ എന്താണ് വീട്ടിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, ഒരു തുണി എടുത്താണ് ആദ്യം ഇടുക അല്ലെ, ശരിയല്ലേ? കാരണം എന്താ, ആ തുണി വേഗം ആ ഒരു ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലിക്വിഡ് ആയിട്ടുള്ളവയായതുകൊണ്ട് അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉപയോഗിക്കുക. അപ്പൊ അതിലൂടെ ആ ഒരു അബ്സോർബഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് വലിച്ചെടുക്കുകയും നമുക്ക് എളുപ്പത്തിൽ അത് ക്ലീൻ ചെയ്യാനും സാധിക്കും. യൂസ് ആസ് എ പേപ്പർ ടവൽ, ഒന്നുമില്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു അബ്സോർബന്റ് ആയിട്ടുള്ള പാഡുകളോ നമുക്ക് ഉപയോഗിച്ച് ആ ഒരു ഭാഗത്തെ സ്പില്ലേജ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വലിച്ചെടുക്കാൻ പറ്റും. കണ്ടെയ്ൻ ദി സ്പിൽ ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതുപോലെ തന്നെ ആ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതെ തടയുകയും ചെയ്യാം. And to dispose of the material, put them in a bag or container marked biohazard. ഈ ഒരു അബ്സോർബ്ഡ് പാഡോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകണമല്ലോ. അപ്പൊ അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കണ്ടെയ്ൻ ദ സ്പിൽ എന്താണ്, പുട്ട് ദം ഇൻ എ ബാഗ്, അതൊരു ബാഗിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ നിക്ഷേപിക്കുക. എങ്ങനെ എഴുതിയിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നറാണ്, ബയോഹസാർഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന. അപ്പൊ ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിലുള്ള ബാഗുകൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ആയിരിക്കും വെച്ചിരിക്കുക. ബയോഹസാർഡ് എന്ന് എഴുതി മാർക്ക് ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലോ ബാഗിലോ ഇത് നിക്ഷേപിക്കുകയും അത് ഡിസ്പോസലിന് വേണ്ടി നമ്മൾ അതിൽ നിക്ഷേപിക്കുകയും ചെയ്യുക. Then if there are any glass pieces present, ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് ഇത് ചിലപ്പോ അവരുടെ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് ഒക്കെ ഇട്ട സമയത്ത് എങ്ങാനും താഴെ വീണ് പൊട്ടിയിട്ടാണ് ലീക്കേജ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഗ്ലാസ് പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്ലാസ് പീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മോർ പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ. കൂടുതൽ അവിടെ എന്ത് ചെയ്യണം, ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിൽ നിന്നും ചിലപ്പോ മുറിവുകളോ കാര്യങ്ങളോ അതുവഴിയും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ രണ്ടാമത്തെ കാര്യം കണ്ടെയ്ൻ ദ സ്പില്ലിൽ പറഞ്ഞിട്ട്
ആ ഒരു ഏത് സ്പില്ലേജ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ മാനേജ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലിക്വിഡ് ആയിട്ടുള്ള സ്പില്ലേജ് ആയതുകൊണ്ട് അവിടെ അതിനനുസരിച്ചുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാറ്. ഒന്നില്ലെങ്കിൽ പേപ്പർ ടവലുകളോ അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകളോ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്പില്ലിൽ എന്ത് ചെയ്യുക, വലിച്ചെടുക്കുകയും ആ ഒരു രീതിയിൽ നിന്നും അത് സ്പ്രെഡ് ആവാതെ തടയുകയും ചെയ്യുക. രണ്ടാമത്തത്, ഇതിനു വേണ്ടി ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി അത് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ബയോ ഹസാർഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ബാഗോ കണ്ടെയ്നറിലോ അത് ഡിസ്പോസലിന് വേണ്ടി നിക്ഷേപിക്കുക. അതായത് കൃത്യമായിട്ടുള്ള ബാഗിലും കണ്ടെയ്നറും തന്നെ നമ്മൾ നിക്ഷേപിക്കണം, മാറിപ്പോകരുത്. ആൻഡ് ഇഫ് ദേർ ആർ എനി ഗ്ലാസ് പീസസ്, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ചിലപ്പോൾ ട്യൂബുകളിലൊക്കെ എന്തെങ്കിലും ബ്ലഡോ കാര്യങ്ങളോ സാമ്പിളൊക്കെ എടുത്ത സമയത്ത് അത് താഴെ വീണ്ടും പൊട്ടിയിട്ടാണ് ഈ ഒരു ലീക്കേജ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഗ്ലാസ് പീസസ് ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എടുത്തിരിക്കണം. മനസ്സിലായോ? കണ്ടെയ്ൻ ദ സ്പില്ല് ക്ലിയർ ആണോ? ഓക്കെ. Then third one ആണ് disinfect the area. An adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluids. നമ്മുടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വഴി വന്നിരിക്കുന്ന ഒരു ലീക്കേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയാസിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലഘൂകരിക്കുക. അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള അലിഗേഷൻ മൃദുവായിട്ടുള്ള രീതിയിലുള്ള അത് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു 1% ഹൈപ്പോ ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തത് ആ ഒരു ബാക്ടീരിയയുടെ ആ ഒരു എഫക്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു ഏജൻസിന്റെ ഒക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂസ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു cleanse the affected area completely using apt solution. Example, chlorine releasing agents. ഇപ്പൊ പറഞ്ഞ പോലെ 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ പോലെ ക്ലോറിൻ റിലീസിംഗ് ആയിട്ടുള്ള ഏജൻസ് ഉപയോഗിച്ച് ശരിയായിട്ടുള്ള ക്ലീനിങ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്ത് വളരെ വൃത്തിയാക്കുക. ആൻഡ് abide by the manufacturers directives for the proper concentration and contact time of the disinfectant. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ആ ഒരു ബോട്ടിലില് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഡിസിൻഫെക്റ്റന്റ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ ബോട്ടിൽ അല്ലെങ്കിൽ അതിന്റെ കവറിന് പുറത്ത് ഇത്ര രീതിയിൽ അത് ഡൈല്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മാനുഫാക്ചേഴ്സിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? നോക്കിയാണോ ചെയ്യാറ്? ഇത്ര ശതമാനം വെള്ളത്തിൽ ഇത്ര ശതമാനം ഇത് ഡിസോൾവ് ചെയ്യാം എന്നൊക്കെ കോൺസെൻട്രേറ്റർ ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? കൃത്യമായിട്ടുള്ള ആ ഒരു മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലെ? ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള കോൺസെൻട്രേഷനിലൊക്കെ ആക്കിയിട്ട് വേണം ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ്. ആ ഒരു ഡിസിൻഫെക്റ്റന്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് തന്നെ ആ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ടീവ്സും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് ശരിയായ രീതിയിലുള്ള കോൺസെൻട്രേഷൻസ് ആക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഡിസിൻഫെക്റ്റന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ സ്പില്ലേജ് നടന്ന ഏരിയ ഡിസിൻഫെക്റ്റ് ചെയ്യുക, അണുവിമുക്തമാക്കുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിളുകളുടെ ലീക്കേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇതുപോലുള്ള ബാക്ടീരിയയോ മറ്റ് എന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസിന്റെ പ്രസൻസ് കാണുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ഒക്കെ ബാക്ടീരിയ അതൊന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നത്. രണ്ട് ടൈപ്പാണ്, അതിനെ കുറിച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിന് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പോലുള്ള അങ്ങനെയുള്ള എന്താണ് ഇൻഫെക്ഷൻ കോസിംഗ് ആയിട്ടുള്ള ഏജൻസികളുടെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റുകൾ അല്ലെങ്കിൽ അണുനാശിനികൾ ഉപയോഗിക്കുക. അതില് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പോലെയുള്ളവയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെയാണ് നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യാറ്. അതില്ല എങ്കിൽ നമുക്ക് ക്ലോറിൻ റിലീസിംഗ് ഏജൻസ് യൂസ് ചെയ്തുകൊണ്ടും ആ ഒരു ഏരിയ നല്ല രീതിയിൽ ഡിസിൻഫെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അണുമുക്തമാക്കുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഡിസിൻഫെക്റ്റന്റുമായി ബന്ധപ്പെട്ട കോണ്ടാക്റ്റിൽ വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മാനുഫാക്ചേഴ്സ് അതിൽ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആക്കിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാനും പാടുള്ളൂ. ക്ലിയർ ആണോ? ഡിസിൻഫെക്റ്റന്റ് ഏരിയ. Okay. Then next പറയുന്നത് then the area should be made
clean using water and general purpose detergent allowed to air dry. അപ്പൊ ഇവിടെ അതിനുശേഷം ഡിസിൻഫെക്ടന്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി വാട്ടർ ആൻഡ് സാധാരണ നമ്മൾ പർപ്പസിന് വേണ്ടിയിട്ട് ഏത് ഡിറ്റർജന്റ് ആണോ യൂസ് ചെയ്യുന്നത് അതുകൂടെ ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ഏരിയ എയർ ഡ്രൈ, ഉണങ്ങാനാണ്, വായിൽ തന്നെ നല്ല രീതിയിൽ കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. ഏത് ഏരിയ ആണോ ഏരിയ ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ. ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പർപ്പസിന് വേണ്ടി ഏത് ഡിറ്റർജന്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഡിറ്റർജന്റ് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്നും കൂടി ആ ഏരിയ കഴുകി എന്ത് ചെയ്യുക, എയർ ഡ്രൈ, ഉണങ്ങാനായിട്ട് വെക്കുക. ഇത്രയും ക്ലിയർ ആണോ? അതിനുശേഷം get rid of waste. All material that come in touch with blood and body fluids waste should be discarded as dangerous waste in labeled biohazard bag or container. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുമായിട്ട് കോൺടാക്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും should be discarded as dangerous waste in labeled biohazard bag അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കാർഡ് ചെയ്യാനായിട്ട് എടുക്കും. നേരത്തെ നമ്മൾ അബ്സോർബൻ പാഡും ടവലൊക്കെ ഇടണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതുമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നീട് എന്തൊക്കെ ഇതുമായിട്ട് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ ആ മെറ്റീരിയൽ ഒന്നും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യുന്നു, ഒരു ബയോഹസാർഡ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അതുമായിട്ട് കോൺടാക്റ്റിൽ വന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി അത് കൈകാര്യം ചെയ്ത ആളുകൾ ശരിയായ രീതിയിൽ ഹാൻഡ് ഹൈജീൻ എന്ത് ചെയ്യുക, നടത്തുക എന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. താങ്ക് യു.